നമ്മുടെ വിദ്യാഭ്യാസ ചട്ടമനുസരിച്ചും പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമമായിരുന്നാലും സംസ്ഥാന വിദ്യാഭ്യാസ നിയമമായിരുന്നാലും കേരള എഡ്യൂക്കേഷൻ റൂൾ KER ആയിരുന്നാലും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു NOC വാങ്ങിയിരിക്കണം. അങ്ങനെ NOC ഇല്ലാത്ത ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് കുട്ടികളുടെ അടിസ്ഥാന 1-ാം ക്ലാസ് മുതലും LKG UKG മുതലുള്ള ക്ലാസ്സുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സിലബസ് ഇല്ല. അപ്പോൾ അതൊരു സിലബസ് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമൂലമായ ഒരു മാറ്റം വരുത്തണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്നു എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. വിദ്യാഭ്യാസ കച്ചവടം അതായത് ഇപ്പോൾ ചില വളരെ അപൂർവം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഡിപ്പോസിറ്റ് വാങ്ങുന്നു, തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിലുള്ള ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഫീസ് സാധാരണ മറ്റു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുന്നതിന് ഗവൺമെൻറ് തീരുമാനിക്കുന്നു ഇത്ര രൂപ ഫീസ് വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള. ഇവിടെ ഇത് അവർ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഞാനതിനെ വിശേഷിപ്പിച്ചത്. ഈ വേനലാവധി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അത് ചർച്ചകൾ നടക്കുന്നുണ്ടോ? പൊതുജനാഭിപ്രായം ചോദിച്ചിരുന്നല്ലോ. നല്ല ചർച്ച നടക്കുന്നുണ്ട്. നമുക്ക് വരട്ടെ, നമുക്ക് ആലോചിക്കാം. വരട്ടെ, നല്ല ചർച്ച നടക്കട്ടെ. അത് പ്രതികൂലമായും അനുകൂലമായും ഉള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. മിനിസ്റ്റർ, മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ആടുജീവിതം അടക്കം ദേശീയ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതിൻ്റെ പുരസ്കാരത്തിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ് അതിന്? ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു പക്ഷപാതിത്വമോ ഒരു മുൻകൂർ ധാരണയോ വെച്ചുകൊണ്ടുള്ള നടപടിയാണ് ആടുജീവിതത്തെ ഒഴിവാക്കിയത്. കേരള സ്റ്റോറിക്ക് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് കൊടുത്തതുമൊക്കെ അതിൻ്റെ പുറകിലൊക്കെ തന്നെ രാഷ്ട്രീയമുണ്ട്, ശക്തമായിട്ടുള്ള BJP രാഷ്ട്രീയം ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, അദ്ദേഹം തന്നെ അവന് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിലാണ് പത്രങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ള വിവരം അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാനും പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് നിരോധിക്കാനാണോ? അല്ല, നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം എങ്ങനെ തടയാം എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് ദുരുപയോഗം.